ഒരിക്കൽ വേണ്ടെന്ന് വെച്ചു, ഇപ്പോൾ മാറ്റി പറയുന്നു. ചൈനയുടെ ടിക്ടോക്കിനോട് അമേരിക്കയ്ക്ക് പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ കാരണം എന്തായിരിക്കും? അതുപോലെ എന്തിനായിരിക്കും ടിക്ടോക്ക് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും നിർത്തലാക്കിയത്? കാര്യകാരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ അതേ ടിക്ടോക്കിന് ഇപ്പോൾ ആയുസ് നീട്ടി നൽകുന്നതിന്റെ തിരക്കിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടിക്ടോക്ക് നിരോധനം നീട്ടിവെക്കണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതോടെ ചെറിയ ഞെട്ടൽ എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനിയുമായി ചർച്ചകൾ നടത്തി തീരുമാനമുണ്ടാക്കുന്നതുവരെ ടിക്ടോക്കിനെതിരെ നടപടി എടുക്കരുതെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സോളിസിറ്റർ ജനറലായി ട്രംപ് നിയമിച്ച ജോൺ സൗറാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജനുവരി 19 ടിക്ടോക്കിന്റെ ഉടമയായ ബൈഡാൻസ് കമ്പനി ഒരു അമേരിക്കൻ സ്ഥാപനത്തിൽ വിൽക്കുകയോ നിരോധിക്കുകയോ ചെയ്യണമെന്ന നിയമത്തെക്കുറിച്ചുള്ള വാദം ജനുവരി 10 അമേരിക്കൻ കോടതി കേൾക്കും. ടിക്ടോക്കിന്റെ അടിയന്തര നിരോധനത്തിന് എതിരായ നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. ചർച്ചകളിൽ വൈദഗ്ധ്യമുള്ള ആൾ തന്നെയാണ് ട്രംപ്. ചർച്ചകൾ നടത്തി ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി ട്രംപിനുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. സർക്കാരിന്റെ സുരക്ഷ പരിഗണിച്ച് മാത്രമേ ട്രംപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുവെന്നും ജോൺ സൗർ പറഞ്ഞു. ടിക്ടോക്കിന് പ്രവർത്തിക്കാൻ ട്രംപ് അനുമതി നൽകുമെന്ന് ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്കിനും ബൈറ്റ് ഡാൻസിനും ചൈനീസ് സർക്കാരുമായി ബന്ധമുണ്ടെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും നിയമനിർമ്മാതാക്കളും ആരോപിച്ചുവെങ്കിലും കമ്പനി ഇത് നിഷേധിക്കുകയായിരുന്നു. അതേസമയം ടിക്ടോക്കിലൂടെ തനിക്ക് കുറേ വോട്ടർമാർക്കിടയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ ടിക്ടോക്കിന് കുറച്ചു കാലത്തേക്ക് കൂടി പ്രവർത്തനാനുമതി നൽകുന്നത് പരിഗണിക്കണമെന്നും അരിസോണയിൽ നടന്ന പരിപാടിക്കിടെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടിക്ടോക്കിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നിയമം പാസാക്കിയിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥരായ ബൈറ്റ് ഡാൻസിന്റെ ടിക്ടോക്ക് വിൽക്കാൻ 270 ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്തു. ജനുവരി 19 മുൻപ് ടിക്ടോക്ക് ഏതെങ്കിലും അമേരിക്കൻ കമ്പനിയോട് വിൽക്കുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം. ടിക്ടോക്ക് ക്രിയേറ്റേഴ്സ് നിലവിൽ മറ്റു പല പ്ലാറ്റ്ഫോമുകളിലെ അക്കൗണ്ട് തുടങ്ങിയ ശേഷം തങ്ങളുടെ ഫോളോവേഴ്സിനെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിരോധനത്തിൽ ഫോണിൽ നിലവിലുള്ള ആപ്പിന് കുഴപ്പം പറ്റുകയോ വെബിൽ ഇല്ലാതാകുകയോ ഇല്ല. പക്ഷേ ഹോസ്റ്റിംഗ് കമ്പനികൾക്കും ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള ആപ്പ് സ്റ്റോറുകൾക്കും വിതരണം ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്താൽ പിഴ ശിക്ഷ നേരിടേണ്ടി വരും എന്ന രീതിയിലാണ് നിരോധനം നടപ്പിലാക്കുക. ഫെഡറൽ കോടതി ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം ശരിവെച്ചെങ്കിലും താൽക്കാലികമായെങ്കിലും തടയാനാകുമോ എന്നറിയാൻ അവസാനമായി ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ ടിക്ടോക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയായ ബെറ്റ്സാൻ നൽകിയിരുന്നു. ഈ വിഷയത്തിലാണ് നിലവിൽ ട്രംപ് ഇടപെട്ടത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ടിക്ടോക്കിന് ഗുണകരമായേക്കുമെന്ന വിലയിരുത്തലുകൾ കുറച്ചു കാലങ്ങളായി തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പ്രചാരണ വേളയിൽ ഇത്തരമൊരു സൂചനയും ട്രംപ് നൽകി. രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണല്ലോ ഇന്നത്തെ കാലത്ത്. നിരവധി ഉപയോക്താക്കളുള്ള ടിക്ടോക്കിന്റെ കേസിൽ ട്രംപിന് മനംമാറ്റം സംഭവിച്ചതിൽ ഇങ്ങനെ ഒരു കാരണം കൂടി എടുത്തു പറയേണ്ടതാണ്. പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിരോധിക്കാൻ ശ്രമിച്ചതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ തന്നെ ടിക്ടോക്കിന്റെ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തുകയും അത് വോട്ടാക്കി മാറ്റാനും കാര്യമായി പരിശ്രമിച്ച ആളാണ് ട്രംപ്. ടിക്ടോക്കിലൂടെ യുവാക്കളെ ആകർഷിക്കാനാണ് ട്രംപ് ശ്രമിച്ചിരുന്നത്. ടിക്ടോക്കിൽ ചേർന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രംപിന്റെ അക്കൗണ്ട് 5.6 ദശലക്ഷം ഫോളോവേഴ്സിനെ ആകർഷിക്കുകയും വീഡിയോയ്ക്ക് 87 ദശലക്ഷത്തിലധികം കാഴ്ചകൾ നേടുകയും ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഫെബ്രുവരിയിൽ ടിക്ടോക്കിലേക്ക് എത്തിയത് മുതൽ നൂറുകണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്ത ബൈഡന്റെ പ്രചാരണ അക്കൗണ്ടിന് 3,61,000 ഫോളോവേഴ്സും 4.7 ദശലക്ഷം ലൈക്കുകളും മാത്രമേ ഉള്ളൂ. അതായത് ട്രംപാണ് ഇവിടെയും മുന്നിട്ട് നിന്നത്. അമേരിക്കക്കാരിൽ 1/3 ടിക്ടോക്കിലുള്ളപ്പോൾ 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവരിൽ 62% പേര് ആപ്പ് ഉപയോഗിക്കുന്നതായി ഒരു സർവേയിൽ പറയുന്നുണ്ട്. ചെറിയ വീഡിയോകൾ സൃഷ്ടിക്കുന്നതിനും പങ്കിടുന്നതിനുമായി ബൈറ്റ് ഡാൻസ് എന്ന ഒരു ചൈനീസ് IT കമ്പനി നിർമ്മിച്ച ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഈ ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ ചൈനീസ് ബന്ധം കാരണം ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് US നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും അമേരിക്കൻ കമ്പനിക്ക് ടിക്ടോക്ക് വിൽക്കുന്നില്ലെങ്കിൽ നിരോധിക്കണമെന്ന നിയമ നടപടികളിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അതിർത്തി സംഘർഷത്തിനു പിന്നാലെ ഇന്ത്യ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകളും നിരോധിച്ചിരുന്നു. മറ്റേതൊക്കെ രാജ്യങ്ങളാണ് ഈ ടിക്ടോക്ക് നിരോധിച്ചതെന്ന് ഇനി പറയാം. 2022 അഫ്ഗാനിസ്ഥാൻ നിരോധിക്കുന്നു, അർമേനിയ 2020 നിരോധിക്കുന്നു, അസർബൈജാൻ 2020 നിരോധിക്കുന്നു, ബംഗ്ലാദേശ് 2018 തന്നെ നിരോധിക്കുന്നു, ഇന്ത്യ 2020 നിരോധിക്കുന്നു, ഇന്തോനേഷ്യ 2018, അതുപോലെ ഇറാൻ നിരോധിക്കുന്നു, ജോർദാൻ 2022 നിരോധിക്കുന്നു, പാകിസ്ഥാൻ 2021, തായ്വാൻ 2022, ഓസ്ട്രേലിയ 23, ബെൽജിയം 2023 നിരോധിക്കുന്നു, ഡെൻമാർക്ക് അതേപോലെ തന്നെ 2023 നിരോധിക്കുന്നത്, എസ്റ്റോണിയ 2023, ഫ്രാൻസും 2023,
2023 അയർലാൻഡും അതുപോലെ തന്നെ ലാറ്റ്വിയയും 2023 ഇത് നിരോധിക്കുന്നുണ്ട്. അതേപോലെ നോർവേയും UK ഒക്കെ 2023 നിരോധിക്കുന്നത്. കാനഡയും 2023 ഓസ്ട്രേലിയയും 2023 ന്യൂസിലാൻഡും 2023 ഇത്തരം രാജ്യങ്ങളൊക്കെ ഇത് നിരോധിച്ചിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നിരോധിക്കാൻ ശ്രമിച്ച ഈ ആപ്പിന്റെ പ്രശ്നം എന്തായിരുന്നു? ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ജനപ്രിയ ഷോർട്ട് വീഡിയോ പങ്കിടൽ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് പ്രാഥമികമായി സുരക്ഷ, സ്വകാര്യത, രാഷ്ട്രീയ സ്വാധീനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആശങ്കകൾ കാരണം നിരവധി രാജ്യങ്ങളിൽ നിരോധനങ്ങളോ നിയന്ത്രണങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ കാരണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ്. പലപ്പോഴും ദേശീയ സുരക്ഷാ ആശങ്കകൾ, ഡാറ്റ സ്വകാര്യത പ്രശ്നങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ എന്നിവയുടെ സംയോജനത്തിൽ വേരൂന്നിയതാണ് ഇതൊക്കെ. അതിന്റെ കാരണങ്ങളാണ് ഇനോരോന്ന് പറയുന്നത്. ഒന്ന്, ദേശീയ സുരക്ഷയുടെ ആശങ്കകൾ തന്നെയാണ്. ചാരപ്രവർത്തനത്തിനോ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാനോ ഉപയോഗിക്കപ്പെടുമെന്ന ഭയമാണ് ടിക്ടോക്ക് നിരോധിക്കാൻ രാജ്യങ്ങൾ നീങ്ങുന്നതിന്റെ പ്രധാന കാരണം. ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനീസ് ഗവൺമെന്റിന് ഉപയോക്തൃ ഡാറ്റ ആക്സസ് ചെയ്യാനോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനോ ടിക്ടോക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടിക്ടോക്ക് ഒരു ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതിനാൽ തന്നെ ചൈനയുടെ കർശനമായ ഡാറ്റാ നിയന്ത്രണ നിയമങ്ങൾക്ക് കീഴിൽ വിദേശ ഉപയോക്താക്കളുടെ ഡാറ്റയിലേക്ക് ആക്സസ് ആവശ്യപ്പെടാനുള്ള ചൈനീസ് സർക്കാരിന്റെ ആക്സസിൽ പലരും ആശങ്കാകുലരുമാണ്. 2017 ചൈനയുടെ നാഷണൽ ഇന്റലിജൻസ് നിയമം ഈ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതേപോലെ തന്നെ ഇന്ത്യയെയും പോലെയുള്ള ചൈനയുമായി ചില പ്രശ്നങ്ങളുള്ള, കുറച്ചുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ ശത്രുതാപരമായി സമീപനമുള്ളവരാണ് ടിക്ടോക്കിന്റെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് ആശങ്കാജനകരായത്. ഈ അപകട സാധ്യതകളോട് പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടാണ് ഇവർ പെരുമാറിയത്. ടിക്ടോക്ക് വ്യക്തിഗത ഡാറ്റ ശേഖരിക്കുന്നതിനോ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനോ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പോലുള്ള മേഖലകളിൽ ദുരുപയോഗം ചെയ്യുമെന്ന ഭയമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇവരെ എത്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഡാറ്റ സ്വകാര്യതയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ടിക്ടോക്ക് അതിന്റെ ഉപയോക്താക്കളിൽ നിന്ന് ലൊക്കേഷൻ വിവരങ്ങൾ, അതുപോലെ ഉപകരണ ഡാറ്റ, ബ്രൗസിംഗ് സ്റ്റാറ്റസ് എന്നിവ ഉൾപ്പെടെ ധാരാളം ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. ഇത് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമെന്നാണ് വിമർശനം വരുന്നത്. ഈ ഡാറ്റ എന്തിനു ശേഖരിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു, ഇത് പങ്കിടാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പലരും പറയുന്നുമുണ്ട്. മിക്ക കേസുകളിലും ഉപയോക്താക്കളുടെ ഡാറ്റ ദുർബലമായ ഡാറ്റാ സംരക്ഷണ നിയമങ്ങളുടെ രാജ്യങ്ങളിലെ സെർവറുകളിൽ സംഭരിക്കപ്പെടുകയും കൂടുതൽ സ്വകാര്യത അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന് പൊതുവായി ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, അതായത് GDPR പോലുള്ള കർശന ഡാറ്റ സ്വകാര്യതാ നിയന്ത്രണങ്ങളുണ്ട്. ചില പ്രത്യേകതരം ഡാറ്റ ശേഖരിക്കുന്നതിന് മുൻപ് കമ്പനികൾ ഉപയോക്താക്കളിൽ നിന്ന് സമ്മതം വാങ്ങേണ്ടതുണ്ട്. 2020 ടിക്ടോക്ക് അതിന്റെ ഡാറ്റാ സമ്പ്രദായങ്ങളെക്കുറിച്ച് യൂറോപ്യൻ റെഗുലേറ്റർമാരിൽ നിന്ന് സൂക്ഷ്മ പരിശോധന നേരിട്ടുണ്ട്. ഇത് പ്രാദേശിക സ്വകാര്യത നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളെ പർവ്വതീകരിക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം ഉള്ളടക്ക മോഡറേഷനും തെറ്റായ വിവരങ്ങളുമാണ്. ടിക്ടോക്ക് അതിന്റെ ഉള്ളടക്ക മോഡറേഷൻ നയങ്ങൾക്കും വിമർശിക്കപ്പെടേണ്ട ഒന്നാണ്. വിമർശകർ പറയുന്നത് പൊരുത്തമില്ലാത്തതും പലപ്പോഴും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി കൃത്രിമവുമാണ് ഇതെന്നാണ്. ചൈനീസ് സർക്കാരിനെ വിമർശിക്കുന്ന ഉള്ളടക്കം സെൻസർ ചെയ്യുന്നതിനായി പ്ലാറ്റ്ഫോം ആരോപിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഹോങ്കോങ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, അല്ലെങ്കിൽ സിൻജിയാങ്ങിലെ ഉയ്ഗർ മുസ്ലിങ്ങളോടുള്ള പെരുമാറ്റം എന്നീ വിഷയങ്ങളിലെ ചൈനയുടെ ഇരട്ടത്താപ്പും വിമർശനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറെ വിലമതിക്കുന്ന രാജ്യങ്ങളിൽ ഈ ആരോപണങ്ങൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ ടിക്ടോക്ക് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയും വിമർശിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് COVID-19 കാലഘട്ടത്തിൽ, അതുപോലെ തെരഞ്ഞെടുപ്പ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പ്ലാറ്റ്ഫോമിന്റെ അൽഗോരിതം വൈറൽ ഉള്ളടക്കത്തിന് മുൻഗണന നൽകുന്നതാണ്. ഇത് ചിലപ്പോൾ തെറ്റായ അല്ലെങ്കിൽ ദോഷകരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള സാധ്യതയുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ ടിക്ടോക്ക് വഹിച്ചേക്കാവുന്ന പങ്കിനെക്കുറിച്ച് സർക്കാരുകൾ കൂടുതൽ ആശങ്കാകുലരുമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോലുള്ള നിർണായക ഘട്ടങ്ങളിലാണ് ഈ ചർച്ച കൂടുതലായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇനി പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളാണ്. ചൈനയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ ടിക്ടോക്കിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2020 ആപ്പ് നിരോധിക്കാൻ ശ്രമിച്ചതോടെ ടിക്ടോക്കിന്റെ ഏറ്റവും രൂക്ഷമായ വിമർശകരിൽ ഒരാളായിട്ടാണ് US മാറിയത്. അതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായി 2020 ഇന്ത്യയും ടിക്ടോക്ക് നിരോധിക്കുകയായിരുന്നു. ആഗോള വൻ ശക്തികൾ തമ്മിലുള്ള പിരിമുറുക്കം ചൈനീസ് ടെക്നോളജി കമ്പനികളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി. വിശാലമായ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കുള്ള പ്രതികരണം എന്ന നിലയിൽ ടിക്ടോക്ക് നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. മാത്രവുമല്ല, ടിക്ടോക്ക് ഉപയോഗിക്കുന്നതിൽ ഏറിയ പങ്കും കുട്ടികളും യുവാക്കളുമായതുകൊണ്ട് തന്നെ അതിനെ കടിഞ്ഞാണിടണമെന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധികം സമയമെടുത്തില്ല. ഇതൊക്കെയാണ് ടിക്ടോക്കിന്റെ നിരോധനത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അമേരിക്ക എപ്പോഴും ചൈനീസ് ടിക്ടോക്കിനെ കുറ്റം പറയുമെങ്കിലും ഇപ്പം അതിന് കുറച്ചുകൂടി കാലാവധി നീട്ടി നൽകാമെന്നാണ് പറയുന്നത്. കാരണം വളരെ വ്യക്തമാണ്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ടിക്ടോക്ക്
അവർക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരമൊരു ആലോചനയ്ക്ക് മുതിരുന്നതും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.